ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്താണ്? ഏത് സ്ട്രൈക്കിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സ്ട്രൈക്കിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. സോ ഓപ്ഷൻ ബയേഴ്സ് ആണെങ്കിലും ശരി, ഓപ്ഷൻ സെല്ലേഴ്സ് ആണെങ്കിലും ശരി, മാർക്കറ്റിൻ്റെ റേഞ്ച് എന്തായിരിക്കും, ഏത് മൂവ്മെൻറ്റിന് ഏത് സ്ട്രൈക്ക് സെലക്ട് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ ബയ്യറോ ഒരു ഓപ്ഷൻ സെല്ലറോ സക്സസ്ഫുൾ ആകാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ആ സ്ട്രൈക്ക് സെലക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സുനിൽ, ഫൗണ്ടർ ഓഫ് ട്രേഡ്ടോക്സ്. ട്രേഡ്ടോക്സിൻ്റെ ഒരു അടിപൊളി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി വെൽക്കം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസിനെ കുറിച്ചിട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഓപ്ഷൻ ബയറാണെങ്കിലും ഒരു ഓപ്ഷൻ സെല്ലറാണെങ്കിലും ഏത് സ്ട്രൈക്കിലാണ് ട്രേഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ മാർക്കറ്റ് വ്യൂ ഒക്കെ ഉണ്ടാകാം. ഓപ്ഷൻ ബയറിനാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് വ്യൂ വേണം. ഓപ്ഷൻ സെല്ലറാണെങ്കിൽ മാർക്കറ്റിൻ്റെ റേഞ്ചിനെ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനൊരു ഓപ്ഷൻ സെല്ലറാണ്, ഞാൻ ട്രേഡ് ചെയ്യുന്ന എൻ്റെ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പോകുന്നു. ഒരു ഇൻട്രാഡേ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഓപ്പൺ ഇൻട്രസ്റ്റിനെ അനാലിസിസ് ചെയ്യുന്നു, എന്നിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തിരിക്കുന്ന ട്രേഡ് ഏതാണെന്ന് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എങ്ങനെ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസിൻ്റെ ബേസിക്സും, രണ്ടാമത്തെ പാർട്ടിൽ എങ്ങനെ നമുക്ക് അഡ്വാൻസ് ലെവൽ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസുകൾ നടത്താം എന്നുമാണ്. സോ ഓപ്പൺ ഇൻട്രസ്റ്റ് എവിടെ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഓപ്പൺ ഇൻട്രസ്റ്റ് ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് റീഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓപ്പൺ ഇൻട്രസ്റ്റ്, അതായത് ഒരു ഓപ്ഷൻ ക്രിയേറ്റ് ആകുമ്പോൾ, ഒരു ഓപ്ഷൻ റൈറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ആകുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാനായിട്ട് റെഡിയാണ്. 17,500 കോൾ ഓപ്ഷൻ ഞാൻ സെല്ല് ചെയ്യുന്നു എന്ന് കരുതുക. ഞാൻ അവിടെ ഒരു ഓപ്ഷൻ റൈറ്ററാണ്. സോ സെയിം വേയിൽ അതർ സൈഡിൽ എന്തുണ്ട്, എനിക്ക് 17,500 കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയുണ്ട്. എനിക്ക് സെല്ല് ചെയ്യാനായിട്ട് 1,00,000 രൂപ ആവശ്യമാണെങ്കിൽ അവിടെ ബൈ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വെറും 10,000 രൂപ ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ 1,00,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ഞാനാണോ അതോ 10,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന എൻ്റെ ഒപ്പോണൻ്റ് ആണോ മാർക്കറ്റിൽ കൂടുതൽ നോളജ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനാണ് കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത്. എപ്പോഴും ഇത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. പക്ഷേ ഒരു ജനറൽ വ്യൂ, നമ്മുടെ ജനറൽ പോയിന്റ് ഓഫ് വ്യൂ, നമ്മൾ സെല്ലേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റിനെ റീഡ് ചെയ്യുക എന്നുള്ളതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ബയ്യേഴ്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് വ്യൂ കൂടി റീഡ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, മാർക്കറ്റിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ 17,500 കോൾ ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ട്രൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സെല്ല് ചെയ്തിരിക്കുന്നത് എങ്കിൽ, സോ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്താണ്, മാർക്കറ്റിൽ 17,500 എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ലെവലാണെന്ന് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇനി നേരെ ഓപ്ഷൻ ചെയിൻ എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പിക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഓപ്ഷൻ ബയ്യർക്കുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നും ഓപ്ഷൻ സെല്ലറുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നും നമുക്ക് റീഡ് ചെയ്യാം. പക്ഷെ ഓപ്പൺ ഇൻട്രസ്റ്റിൽ നമ്മൾ 90% നമ്മൾ പരിഗണിക്കുന്നത് ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. നമ്മുടെ ഐഡിയകൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതും ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത കുറേ മന്തുകളിൽ നമ്മൾ കാണുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സെല്ലേഴ്സ് റീറ്റെയിലേഴ്സിൻ്റെ ഇടയിലും വളരെയധികം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓപ്ഷൻ സെല്ലിൻ്റെ അകത്ത് റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂ ഭയങ്കരമായിട്ട് ഉണ്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റിൽ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും മാത്രമല്ല ഉള്ളത്. സോ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളെ കൂടി ബേസ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ നിഫ്റ്റിയിലുള്ള 50 സ്റ്റോക്കുകളിലുള്ള ബിൽഡപ്സ്, അതിൻ്റെ ഓപ്ഷൻ കോൺട്രാക്ട്സുകൾ, ഇതിൻ്റെ ഒരു ആകെ തുകയിൽ ലഭിക്കുന്ന ഒരു ഡിമാൻഡ് സപ്ലൈ വെച്ചിട്ടാണ് നിഫ്റ്റിയുടെ പോയിന്റുകൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും മാത്രം നോക്കി ട്രേഡ് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ സക്സസ്ഫുൾ ആവത്തില്ല. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലെ ബിൽഡപ്സും ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ മേജർ
നിഫ്റ്റി 50 സ്റ്റോക്കുകളുടെ ബിൽഡപ്സും ഫൈൻഡ് ചെയ്യണം. സോ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ മേജർ ബാങ്ക് നിഫ്റ്റി സ്റ്റോക്കുകളുടെ ബിൽഡപ്പുകൾ കൂടി ഫൈൻഡ് ചെയ്യണം. സോ ബിൽഡപ്പ് എന്താണെന്നും ഷോർട്ട് കവറിങ് എന്താണെന്നും അൺവൈൻഡിങ് എന്താണെന്നുള്ള ടേംസും നമുക്ക് പരിചയപ്പെടണം. അപ്പോൾ ഉറപ്പായിട്ട് ഈ ഒരു സീരീസിൽ നമ്മൾ ഇതെല്ലാം 1 by 1 ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് NSEയുടെ ഓപ്ഷൻ ചെയിനാണ്. ഈ ഓപ്ഷൻ ചെയിനിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഈ NSEയുടെ ഓപ്ഷൻ ചെയിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് കറണ്ട് ഡേറ്റിൽ, അതായത് ഇന്ന് ജാനുവരി 7-ാം തീയതിയാണ്. ജാനുവരി 7-ാം തീയതി ഉള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റയാണ് ഇന്നത്തെ ദിവസം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് കിടക്കുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ്. സോ ഇതിൻ്റെ അകത്ത് OI ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് കോൾ സൈഡിലുള്ള OIയും ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റയും ഇവിടെ പുട്ട് സൈഡിലുള്ള OIയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എപ്പോഴും ഇൻ ദ മണി OIനേക്കാൾ കൂടുതലായിരിക്കും ഔട്ട് ഓഫ് ദ മണി OI. അതെന്താണ് അതിൻ്റെ ലോജിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, സെല്ലർ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് റീഡ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഫൈൻ. അപ്പോൾ ഉറപ്പായിട്ട് ഔട്ട് ഓഫ് ദ മണി 0 ആയി പോകാനുള്ള കാരണം കൂടുതലുണ്ട്. കാരണം എന്താ, അത് ഓൾറെഡി ഔട്ട് ഓഫ് ദ മണി ആയതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഡീക്കേ സംഭവിക്കുകയും അത് വളരെ പെട്ടെന്ന് 0 ആയി അതിൻ്റെ പ്രൈസ് 0 ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ 70,800, 17,750, 17,600, അതുപോലെ തന്നെ 17,500 ഇപ്പോഴും 39 രൂപയുണ്ട്. സോ 17,500 39 രൂപ, നിയർലി 40 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഇൻറ്റു ലോട്ട് സൈസ് ആയിട്ടുള്ള 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,000 രൂപ. അത് സെല്ല് ചെയ്യുന്ന ഒരാൾക്ക് ഈ നെക്സ്റ്റ് വ്യാഴാഴ്ച അത് 0 ആയി പോവുകയാണെങ്കിൽ, മാർക്കറ്റ് 17,500 എബോവ് നിൽക്കുകയാണ് എങ്കിൽ 2,000 രൂപ 1,00,000 രൂപയ്ക്ക് പ്രോഫിറ്റ് കിട്ടും. ഇറ്റ്സ് നിയർലി 2% അല്ലേ. വീക്കിലി തന്നെ നമുക്ക് 2% ഹ്യൂജ് റിട്ടേൺ ആ ഒരു ലെഗിൽ നിന്ന് കിട്ടും. വെറുതെ വൺ സൈഡ് സെല്ല് ചെയ്യുന്നത്, ഒരു ലോജിക്കോ ഒരു സ്ട്രാറ്റജിയോ ഒന്നും ഇല്ലാതെ തന്നെ സെല്ല് ചെയ്യുന്ന ഒരാൾക്ക് അത്തരത്തിലുള്ള പ്രോഫിറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, 83,000 സെല്ല് എവിടെ വന്നിട്ടുണ്ട്, 17,500 പുട്ട് ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിന് 17,500 ഒരു ഹ്യൂജ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കളക്റ്റീവ് ആക്ഷനാണ് മാർക്കറ്റ് എന്ന് നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം. കളക്റ്റീവ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നതല്ല, ഏറ്റവും കൂടുതൽ എമൗണ്ടിന് ചെയ്യുന്നതിന് കൂടുതൽ എഫക്റ്റ് മാർക്കറ്റിലുണ്ടാകാം. ഓപ്ഷൻ മാത്രമല്ല, ഫ്യൂച്ചർ എഫക്റ്റും കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 17,500 പുട്ട് ഓപ്ഷൻ 83,000 ആളുകൾ, 83,000 ലോഡ്സ് കയർ ചെയ്തുകൊണ്ട് തന്നെ, ട്രേഡ് നടന്നതുകൊണ്ട് തന്നെ അതൊരു ഹ്യൂജ് സപ്പോർട്ട് റേഞ്ചായിട്ട് ആക്ട് ചെയ്യും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ എവിടെയുണ്ട്, 60,000 ലോഡ്സോടുകൂടി നമുക്ക് 17,600 ഒരു നല്ല സപ്പോർട്ട് റീജിയനായിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ദെൻ 17,800 ഒരു 58,000 ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ പുട്ട് സൈഡിൽ നമുക്ക് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാം. നമുക്ക് ഇനി കോൾ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ 18,000 എന്ന് പറയുന്ന സ്ട്രൈക്കിൽ, 18,000 എന്ന് പറയുന്ന സ്ട്രൈക്കിൽ 91,000 ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, മാർക്കറ്റിൽ റെസിസ്റ്റ് ഈ ഒരു വീക്കിൽ എക്സ്പയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വീക്കിൽ ഹ്യൂജ് ആൾക്കാർ വിചാരിക്കുന്നത് 18,000 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തിരിക്കുകയാണ്, 18,000 കോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ള ഒരു അസംഷൻ. അപ്പോൾ നോർമൽ ട്രേഡറായ നമ്മൾക്ക് ഇതിൽ നിന്ന് എന്ത് റീഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും? വീണ്ടും ഒരു 8,200 വരെയും നല്ലൊരു ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. നമുക്ക് ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ 17,500 മുതൽ 18,200 വരെ. അപ്പോൾ അതായത് 17,500 മുതൽ 18,200 വരെ നമുക്ക് നല്ല ഒരു റേഞ്ച് ഉണ്ട് എന്ന് നമുക്ക് റീഡ് ചെയ്യാം. ഒരു സിമ്പിളായിട്ടുള്ള ട്രേഡറിന് എന്ത് ചെയ്യാം, ഇങ്ങനെ റീഡ് ചെയ്തിട്ട് ഈ സ്ട്രൈക്കുകൾ ഉപയോഗിച്ചിട്ട് സ്ട്രാങ്കിൾ ജനറേറ്റ് ചെയ്യാം. വീക്കിലി സ്ട്രാങ്കിൾസ് ജനറേറ്റ് ചെയ്യാം. അങ്ങനെ ജനറേറ്റ് ചെയ്താൽ പോലും നമുക്ക് ടോട്ടൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന പ്രീമിയം 18,200 22 രൂപയും
അതുപോലെ തന്നെ 18, ഇന്ന് ഫ്രൈഡേ ആണ്, ഫ്രൈഡേ ചെയ്യുന്ന കേസാണ് ഞാൻ പറഞ്ഞു. മൺഡേ ആകുമ്പോൾ പ്രീമിയം ഭയങ്കരമായിട്ട് കുറയും. ഓക്കെ, അപ്പോൾ 18,200 22 രൂപയും അതുപോലെ തന്നെ 17,500 40 രൂപയുണ്ട്. അപ്പം നോർമൽ 60 രൂപ. ഇത് രണ്ടും കൂടി നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് 1 ലക്ഷം രൂപ മാത്രം മതി. 60 × 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 രൂപ റിട്ടേൺ. ഇറ്റ്സ് നിയർലി 3% പെർ വീക്ക്. 3% ഹൈലി റിസ്കി ട്രേഡാണ്. നിങ്ങൾക്കറിയാം, ഒരു വീക്കിൽ മാർക്കറ്റ് ഇതിനേക്കാൾ കൂടുതൽ മൂവ്മെൻറ്റ്സ് പോയേക്കാം. പക്ഷേ നമുക്ക് ഇത്തരത്തിലൊരു റേഞ്ച് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസിൽ നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ മാർക്കറ്റിൻ്റെ റേഞ്ചിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്ക് കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി നമുക്ക് സെൻസിബിളിൻ്റെ ഓപ്ഷൻ ചെയിനും അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേബിളും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മളിവിടെ അവിടെ കണ്ട അതേ ഓപ്ഷൻ ചെയിൻ തന്നെ നമ്മൾ സെൻസിബിളിൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അവർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സ്ട്രൈക്കും അതുപോലെ തന്നെ 18,000 18,200 എന്ന് പറയുന്ന ഈ ഒരു സ്ട്രൈക്കുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇത് രണ്ടും നല്ല ഒരു സപ്പോർട്ട് റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് തന്നെ നമുക്ക് അപ്പുറത്തുനിന്ന് റീഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സെൻസിബിളിൻ്റെ ചാർട്ടിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് കുറച്ചുകൂടി നല്ല ക്ലാരിറ്റിയുള്ള ഇമേജസ് എങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യനെ പുറത്ത് നമുക്ക് സെൻസിബിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. സെൻസിബിളിൻ്റെ പെയ്ഡ് വെർഷൻസിലാണ് നമുക്ക് അവൈലബിൾ ആകത്തുള്ളൂ. ഫ്രീ വെർഷനിൽ അത്രയും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ നിങ്ങൾക്ക്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് തന്നെയാണ്. ഈ ഒരു ചാർട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഡെയിലി ഉള്ള ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചേഞ്ച് ഞാൻ സെൻസിബിളിൻ്റെ വീഡിയോയിൽ ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം, അതായത് ഇന്നത്തെ ദിവസം ഈ ഒരു വീക്കിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് നമുക്കിവിടെ കാണാൻ പറ്റും ഇന്നത്തെ ദിവസം. അതുപോലെ തന്നെ ഈ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ടോട്ടലി ഉള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനായിട്ട് നമ്മളെ കാണിച്ചിട്ടുണ്ട്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് എല്ലാ ആളുകളും സ്ട്രാങ്കിളിൽ എൻട്രി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് ഇത് സ്ട്രാങ്കിളുടെ പുട്ട് ലെഗ് ആണെങ്കിൽ കുറേ ആളുകൾ 18,000 സ്ട്രാങ്കിൾ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ 18,200 18,300 സ്ട്രാങ്കിൾസ് കയറിയിട്ടുണ്ട്. PCR 1 ആണ്. അപ്പോൾ മാർക്കറ്റിന് ഒരു കൺസോളിഡേഷൻ റേഞ്ചാണ് കൂടുതൽ ആൾക്കാർ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 17,800 സ്ട്രാഡിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ സ്ട്രാഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ മണി കോൾ ഓപ്ഷനും അറ്റ് ദ മണി പുട്ട് ഓപ്ഷനും അവർ വീണ്ടും സെല്ല് ചെയ്തിട്ടുണ്ട്. അതായത് മാക്സിമം കൺസോളിഡേഷൻ പ്രോഫിറ്റ് എടുക്കുന്നതിന് വേണ്ടി 17,800 കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരുപോലെ സെല്ല് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് റീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനൊരു ഗ്രാഫ് റീഡ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിൻ്റെ റേഞ്ചിനെ കുറിച്ചിട്ട് ഒരു പെർഫെക്റ്റ് ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. മാർക്കറ്റിൻ്റെ റേഞ്ച് ഈ രണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റുകളുടെ ഇടയിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള ഒരു അസംഷൻ നമുക്ക് ക്രിയേറ്റ് ആവുകയും കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് വീക്കിലി 17,800 സ്ട്രാങ്കിൾസ് എൻ്റർ ചെയ്യുകയും, അല്ല സ്ട്രാങ്കിൾസ് ആണ് വേണ്ടതെങ്കിൽ 17,500 18,000 സ്ട്രാങ്കിൾസും എൻ്റർ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതൊരു ലോജിക്കൽ തിങ്കിങ് ആണ് ഇവിടെ. ഇൻ കേസ് മാർക്കറ്റ് റേഞ്ച് കടന്നു പോയി കഴിഞ്ഞാൽ സോ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നും ഒരു എക്സിറ്റ് കണ്ടീഷൻ എങ്ങനെ പ്രോപ്പർലി ജനറേറ്റ് ചെയ്യാമെന്നും ഉള്ളൊരു ഐഡിയയോട് കൂടി നമുക്ക് വീക്കിലി ട്രേഡ്സ് ഈ ഒരു സമയത്ത് എൻട്രി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഫസ്റ്റ് യൂസ്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ലോങ് വ്യൂ എന്താണെന്ന് കൂടി റീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. മന്ത്ലി വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ കിട്ടും. മന്ത്ലിയിലെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകളൊന്നും ഇല്ലെങ്കിലും അവിടെ PCR 1.7 ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. PCR 1.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് വ്യൂ ആണ് മന്ത്ലി വ്യൂവിലുള്ളത്. അപ്പോൾ വീക്കിലി ഒരു സൈഡ് വൈസ് വ്യൂ ആണെങ്കിൽ മന്ത്ലി നമ്മൾ റീഡ് ചെയ്യുന്ന വ്യൂ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് വ്യൂ ആണ് എന്ന് കൂടി നമുക്ക് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മന്ത്ലിയിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? 17,500 മന്ത്ലി സപ്പോർട്ടായിട്ട് നമുക്കിവിടെ വലിയൊരു പില്ലറായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 17,800 ഇവിടെ സ്ട്രാഡിൽസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 18,000 കുറച്ച് ഓപ്പൺ ഇൻട്രസ്റ്റുകളും ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല 100 200 300 എല്ലാം
കോൾ ഓപ്ഷൻ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ഉണ്ട് എന്ന് നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ട് കളർ കോഡ് വെച്ചിട്ട് തന്നെയാണ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് മാർക്കറ്റിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിൽ നിന്ന് റീഡ് ചെയ്യാം. അപ്പോൾ കോൾ ഓപ്ഷൻ കൂടുതലുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ട് എന്നാണ്. മാർക്കറ്റ് ബിയറിഷ് ആണെന്നല്ല, മാർക്കറ്റിന് റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും. മാർക്കറ്റ് കൂടുതൽ പുട്ട് ഓപ്ഷൻസ് ആണെങ്കിൽ മാർക്കറ്റിന് നല്ല സപ്പോർട്ട് ഉണ്ട് എന്ന് നമ്മൾ റീഡ് ചെയ്യണം. ഒരിക്കലും അതൊരു ബുള്ളിഷ് ആണ് എന്ന് റീഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് മാർക്കറ്റിന് നല്ലൊരു സപ്പോർട്ട് ഉണ്ട് എന്ന് നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ 1.7 PCR ഒക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബുള്ളിഷ് സ്ട്രാറ്റജികൾ മാർക്കറ്റിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഏത് സ്ട്രൈക്ക് ചെയ്യും? സോ എല്ലാ ആളുകളും കയറിയിരിക്കുന്ന സ്ട്രൈക്കിൽ നിങ്ങൾക്ക് സ്ട്രാങ്കിൾ കയറാം, അതുപോലെ തന്നെ സ്ട്രാഡിൽസ് കയറാം. എല്ലാ ആളുകളും ചെയ്തിരിക്കുന്ന സ്ട്രൈക്കിൽ ഞാനും കയറി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വിൻ ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എൻട്രി എക്സിറ്റ് കണ്ടീഷൻസ് ഇതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. സോ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻട്രാഡേ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടുണ്ട്, മൾട്ടി സ്ട്രൈക്ക് OA, അതുപോലെ തന്നെ അൺവൈൻഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ സെക്കൻഡ് പാർട്ടിൽ, ഈ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഗൈഡൻസ് പോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തെങ്കിലും ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കൂടെ നെക്സ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.